ഹലോ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് സം ഇഫസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഒരു സെയിൽസ് ടാബ്ലോ വഴി നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഒരു സെയിൽസിന്റെ റിപ്പോർട്ടാണ്, ഏകദേശം 10,000 എബോ ഉള്ളതാണ്. ഇത് പ്രോഡക്റ്റിന്റെ പേരുണ്ട്, അത് പോയിട്ടുള്ള എങ്ങനെയൊക്കെയാണ് ചാനൽ വഴിയാണ് സെയിൽ നടന്നത്, ഇൻസ്റ്റോർ ആയിട്ടും ഓൺലൈനായിട്ടും. ഇവിടെ അതിന്റെ റവന്യൂ ഉണ്ട്, അതിന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്, ഇതിന്റെ മാർക്കറ്റിംഗ് എക്സ്പെൻസും ഉണ്ട്. നമുക്കിവിടെ വേണ്ടത് ഇൻസ്റ്റോറും വഴി ഡോള് എത്ര സെയിൽ നടന്നു, അല്ലെങ്കിൽ ഓൺലൈൻ വഴി ഡോള് എത്ര സെയിൽ നടന്നു എന്നീ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അഥവാ ഒരു മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ വെച്ച് എങ്ങനെ നമുക്ക് റിപ്പോർട്ട് കണ്ടെത്താം എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി ഷീറ്റ് 1 എന്ന് പറയുന്നത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പ്രോഡക്റ്റിന്റെ നെയിം അതൊരു ലിസ്റ്റ് വഴി കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് ഡാറ്റ വാലിഡേഷൻ വഴി ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് പ്രോഡക്റ്റിന്റെ നെയിം. ഇവിടെ ഞാൻ നമുക്ക് ഇവിടെ വേണ്ടത് ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഡോൾ ആണെങ്കിൽ ഡോൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഡോള് ഇൻസ്റ്റോർ വഴി എത്ര സെയിൽ നടന്നു അല്ലെങ്കിൽ ഓൺലൈൻ വഴി എത്ര സെയിൽ നടന്നത് ജസ്റ്റ് നമുക്ക് സമീഫ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈക്വൽ ടു സമീഫ് ഫസ്റ്റ് വൺ സം റേഞ്ച്. നമുക്കിവിടെ റവന്യൂ ആയതുകൊണ്ട് തന്നെ എഫ് എന്ന് പറയുന്ന കോളം സെലക്ട് ചെയ്യുന്നു. അടുത്തത് ക്രൈറ്റീരിയ റേഞ്ച് 1 ആണ് ചോദിക്കുന്നത്. സി എന്ന് പറയുന്ന കോളം സെലക്ട് ചെയ്യുക. അതിൽ പ്രോഡക്റ്റിന്റെ നെയിം കൊടുക്കുക. ഈ സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡോളർ എന്ന് പറയുന്ന അബ്സല്യൂട്ട് ഫിക്സിങ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡോളർ റോന്റെ മുന്നിലും ഡോളർ ഇട്ട് കൊടുക്കുക. അതേപോലെ കോളത്തിന്റെ മുന്നിലും ഡോളർ സൈൻ ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ക്രൈറ്റീരിയ റേഞ്ച് ചോദിക്കുന്നത്, ഇനി നമുക്കത് ഇൻസ്റ്റോർ അഥവാ ചാനലാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്രൈറ്റീരിയ റേഞ്ച് 2 ടി സെലക്ട് ചെയ്യുന്നു, കോമ ഇവിടെ ഈ സെല്ല് E3 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റോർ വഴി റവന്യൂ എത്രയാണെന്നുള്ളത് കിട്ടി. ഇനി ഞാൻ എന്താക്കി, ഇക്വേഷൻ കോപ്പി ചെയ്തു, കൺട്രോൾ-C കൺട്രോൾ-V. ഇവിടെ ഡോളിന്റെ സെയിൽസ് ഓൺലൈൻ വഴിയുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റി, അതേപോലെ ഇൻസ്റ്റോർ വഴിയുള്ളത് കാണാൻ പറ്റി. ഇനി ഇവിടെ ഞാൻ എന്താക്കി, ജസ്റ്റ് ഇവിടെ ഫുട്ബോൾ സെലക്ട് ചെയ്തു, ഫുട്ബോൾ ഇൻസ്റ്റോർ വഴി സെയിൽ ചെയ്തത്, ഓൺലൈൻ വഴി സെയിൽ ചെയ്തത്. ഇങ്ങനെയാണ് ഇത് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ആയിട്ട് സമീഫസ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ വർക്കിലും തീർച്ചയായിട്ടും ഉപയോഗിക്കുക. നിങ്ങളുടെ റിപ്പോർട്ട് ഒന്നും കൂടെ ഈസി ആയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ തരികയാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതും, അതേപോലെ മാർക്കറ്റ് എക്സ്പെൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും നിങ്ങൾ കമന്റിലോ അറിയിക്കുക. ഇങ്ങനെയാണ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടെത്തുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയിക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോസോ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ സജസ്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ ഓൾ. എല്ലാവരും ഇത് റിപ്പീറ്റഡ് ആയിട്ട് കാണാം.